ഒരു ഫലസ്തീനി അല്ലാതിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് യമാൽ ഫലസ്തീൻ പതാക വിജയാഘോഷത്തിനിടെ ഉയർത്തിപ്പിടിച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് കളിക്കളത്തിൽ വെറുപ്പ് പടർത്താനല്ല, മറിച്ച് കൂട്ടക്കുരുതികൾ നടത്തുന്ന ഇസ്രയേലിനെതിരെയുള്ള ഒരു നിലപാടാണ്. കളിയെ കളിയായി മാത്രം കാണണമെന്ന് പുലമ്പുന്ന ആളുകൾക്ക് അറിയില്ല സ്പെയിൻ എന്തുകൊണ്ടാണ് ഇസ്രയേലിനെതിരെ വേൾഡ് കപ്പിൽ നിലപാടെടുക്കുന്നത് എന്ന്. അത് ഫുട്ബോളിൽ പൊളിറ്റിക്സ് ചേർത്ത് കളിയുടെ ഭംഗികളയലല്ല, അത് മനുഷ്യത്വത്തിനൊപ്പം നിൽക്കലാണ്. നെതന്യാഹുവിന്റെയും ഇസ്രയേലിന്റെയും മനുഷ്യത്വത്തിനെതിരെയുള്ള നിലപാടുകൾ ശരിയല്ല എന്ന പ്രഖ്യാപനമാണ്. ഈജിപ്ത് എന്തുകൊണ്ടാണ് 2026 വേൾഡ് കപ്പിൽ സ്വന്തം പതാകയേക്കാൾ ഫലസ്തീൻ പതാകയ്ക്ക് പ്രയോറിറ്റി കൊടുത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോഴേ കളിയെ വെറും കളി എന്നതിനപ്പുറം ഒരു വിശാലമായ കാഴ്ചയിൽ കാണാൻ കഴിയുള്ളൂ. ഈ യുദ്ധാനന്തരമുള്ള 2026 വേൾഡ് കപ്പിലും നിങ്ങൾ നെതന്യാഹുവിന്റെ അർജന്റീനയെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾ കളിയെ കളിയായി കാണുന്നു എന്നല്ല, അയാൾ കളി മാത്രമേ കാണുന്നുള്ളൂ എന്നാണ്. മറ്റൊന്നും അയാൾക്കൊരു വിഷയമല്ല. ഇനിയും നിങ്ങൾ നെതന്യാഹുവിന്റെ അർജന്റീനയ്ക്ക് വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തക്കറയുണങ്ങും മുമ്പ് ട്രംപിന്റെ ആദരവ് ഏറ്റുവാങ്ങാൻ ചെന്ന അർജന്റീനയ്ക്ക് വേണ്ടി ജയ് വിളിക്കുന്നതിന് പകരം ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്ന, നെതന്യാഹുവിന്റെ മനസ്സമാധാനം തകർക്കുന്ന ഏതെങ്കിലും ഒരു ടീമിനൊപ്പം കൂടുക. അതാണ് അന്തസ്. കൊലയാളികൾക്കൊപ്പം നിൽക്കുന്നവരുടെ 100 ഗോളിനേക്കാൾ പവർ കൊലയാളികൾക്കെതിരെ പതാക ഉയർത്തുന്നവരുടെ 1 ഗോളിനുണ്ട്. ഈ മനുഷ്യത്വത്തിന് മുകളിൽ സ്പോർട്സിനിടം കൊടുക്കുന്ന സമൂഹത്തിൽ അതിനെതിരെ സംസാരിക്കുന്ന ഒരാളാവുക.